ഇന്ന് നമ്മൾ CBSE ക്ലാസ് 9 നമ്പർ സിസ്റ്റം ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്പർ സിസ്റ്റം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് അല്ലെ. നമ്പേഴ്സിൽ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ മക്കളെ. 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് നമ്പേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹോൾ നമ്പേഴ്സ് അല്ലെ. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന നമ്പറിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. 0, 1, 2, 3 എക്സെട്ര ഈ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. പിന്നെ വരുന്നത് ഇൻറ്റീജേഴ്സ്. എന്താണ് ഇൻറ്റീജേഴ്സ്? ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും 0വും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻറ്റീജേഴ്സിൽ നമുക്ക് -5, -4, -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇങ്ങനെ വരും അല്ലെ. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പേഴ്സ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് വി ക്യാൻ റൈറ്റ് ഇൻ ദ ഫോം ഓഫ് p/q where p and q are integers അല്ലെ. where q not is equal to 0. The number which we can write in the form of p/q where q not is equal to 0. q 0 ആവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയുന്ന നമ്പേഴ്സ് ആണ് ഇറേഷണൽ നമ്പേഴ്സ്. ഇറേഷണൽ അതായത് ഇറേഷണൽ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് p/q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറേഷണൽ നമ്പേഴ്സ്. അതായത് നമ്മുടെ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സ്. √2, √3, √5 എക്സെട്ര അങ്ങനെ വരും. അത് നമ്മൾ പൈ എന്ന് പറയുന്നതും കൂടി അതിൽ ഇൻക്ലൂഡ് ആവും. അതായത് ഇറേഷണൽ നമ്പേഴ്സിൽ പൈ എന്ന് പറയുന്ന നമ്പേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് വരും. ഇതില് നമുക്ക് പിന്നെ വരുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. എന്താണ് ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? റാഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് റിയൽ നമ്പേഴ്സ് നമുക്ക് റാഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും രണ്ടും കൂടി ചേർന്നിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഇതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് കിടക്കാം. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം.